ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ രാവിലെ മുതൽ വൈകിട്ട് വരെയുള്ള വിശേഷങ്ങളുടെ ഒരു വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇതാ രാവിലെ ഞാൻ ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ, ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഞാനിവിടെ പച്ചവെള്ളത്തിലാണ് കേട്ടോ ചപ്പാത്തി കുഴച്ചെടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ കുഴച്ചെടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിലും കൂടിയിട്ട് തൂവി കൊടുക്കുക. എന്നിട്ട് വീണ്ടും ജസ്റ്റ് ഒന്ന് കുഴച്ചിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം നമ്മൾ. അപ്പോൾ ചപ്പാത്തിയിലേക്ക് ഞാൻ തേങ്ങ അരച്ചിട്ടുള്ള നല്ലൊരു കടലക്കറിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇതാ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയൊക്കെ ചെറുതാക്കി കട്ട് ചെയ്തതാണ്. അത് ആദ്യം ആഡ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് ജസ്റ്റ് മൊരിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഒനിയനും കൂടി കട്ട് ചെയ്തതാണ്. 2 മീഡിയം സൈസ് ഒനിയൻ ഉണ്ടാവും, അത് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അത് ആഡ് ചെയ്ത് കൊടുക്കുക. ഒനിയൻ ഒന്ന് നന്നായി വഴന്ന് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഒനിയനൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, അതുപോലെ 1 ടീസ്പൂണ് മല്ലിപ്പൊടി, 1 ടീസ്പൂണോളം ഫുള്ളായിട്ട് ചിക്കൻ മസാലയുടെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ 1/2 ടീസ്പൂണോളം നല്ല എരിവുള്ള മുളക് പൊടിയാണ്, അത് ആഡ് ചെയ്യുക. പിന്നെ 1/2 ടീസ്പൂണ് ഗരം മസാല, അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഫ്ലെയിം നോക്കണം, നമ്മുടെ പൊടിയൊക്കെ കരിഞ്ഞു പോവും. അപ്പോൾ പൊടിയുടെ പച്ചമണമൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് ഒരു വലിയ തക്കാളി ഇതുപോലെ കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് തക്കാളി നന്നായിട്ടൊന്ന് വഴന്ന് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് വെള്ള കടലയാണ് കേട്ടോ ചേർക്കുന്നത്. ഇത് വേവിച്ച കടലയാണ്. അപ്പോൾ നിങ്ങൾക്കത് എത്രയാണ് ആവശ്യമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി. നമുക്ക് എന്നിട്ട് അതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. നമുക്കിതൊന്ന് 2-4 മിനിറ്റോളം ഒന്ന് കവർ ചെയ്ത് വെക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. കടലയിലേക്കൊക്കെ നമ്മുടെ മസാല ഒക്കെ ചേരാൻ വേണ്ടിയിട്ടാണ്. ഇനി ഞാൻ അതിലേക്കൊരു അരപ്പുണ്ടാക്കുകയാണ്. അപ്പോൾ ഒരു 3/4 കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പെരിഞ്ജീരകം കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ അരച്ചെടുക്കണം. ഇപ്പോൾ ഒരു 4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കടലയിലേക്ക് മസാല ഒക്കെ ചേർന്ന് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേപോലെ റോസ്റ്റായിട്ട് കഴിക്കാം. നമ്മൾ ചപ്പാത്തി അല്ലേ ഉണ്ടാക്കുന്നത്, അപ്പോൾ അതിന് കറി വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ തേങ്ങ അരച്ചൊഴിക്കുന്നത്. അപ്പോൾ നമ്മൾ അരച്ചെടുത്ത തേങ്ങ അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്യും കേട്ടോ. നമ്മുടെ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യും. എന്നിട്ട് ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പും എരിവൊക്കെ ഉണ്ടോയെന്ന് നോക്കുക. ഞാൻ കുരുമുളക് പൊടി ചേർത്തിട്ടില്ല, കാരണം പച്ചമുളകും അതുപോലെ മുളക് പൊടിയൊക്കെ അത്യാവശ്യം എരിവുള്ളത് കാരണം കുരുമുളകിൻ്റെ പൊടി ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റാണെന്ന് നോക്കുക. ഇപ്പോൾ തേങ്ങ ചേർത്തിട്ട് ഇതുപോലെ ചെറുതാക്കി ഒരു തിള വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം. നന്നായി വെട്ടി തിളക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്തിട്ടുണ്ട്. കറിവേപ്പില ഉണ്ടെങ്കിൽ ആഡ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് താളിക്കണം എന്നുണ്ടെങ്കിൽ അതും ചെയ്യുക. കുറച്ച് ഷുഗറും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ കറിയിൽ, ഞാനത് കാണിച്ചിട്ടില്ല. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറിയാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചപ്പാത്തിയുടെ മാവ് അത്യാവശ്യം സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഞാനിതുപോലെ ചെറിയ ചെറിയ ബോൾസാക്കി എടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും നമ്മൾ പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. എന്നിട്ട് നമുക്കിതൊക്കെ ഒന്ന് ചുട്ടെടുക്കണം. അപ്പോൾ നമ്മുടെ പാന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഓരോ ചപ്പാത്തി ഇതുപോലെ ചുട്ടെടുക്കുകയാണ്. ഇപ്പോൾ ചപ്പാത്തി ചുടണമെന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ. ആദ്യം ഒരു ഭാഗം ഇടുക, പിന്നെ ആ ഭാഗം ഒന്ന് ഇതുപോലെ ബബിൾസ് വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആ ഭാഗം വെന്ത് കഴിഞ്ഞാൽ മറിച്ചിട്ട് കഴിഞ്ഞാൽ അത് നന്നായിട്ട് പൊള്ളച്ച് വരും.
3 തവണ മാത്രം അങ്ങനെ ചെയ്താൽ മതി. അപ്പം നമ്മുടെ ചപ്പാത്തിയൊക്കെ നല്ലപോലെ പൊങ്ങി വന്നിട്ട് അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. എല്ലാതും ഞാനിതുപോലെ ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടോ. ഇനി അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ ചായ കുടിക്കുകയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയും അതുപോലെ പച്ച തേങ്ങ അരച്ചിട്ടുള്ള കടലക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. ചായ കുടിച്ച പാത്രങ്ങളൊക്കെ കഴുകി ഇനി ഞാനിതാ വൈകുന്നേരത്തിനുള്ള ബീഫ് ഉണ്ടാക്കുകയാണ്. അത് റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെക്കുകയാണ് ഒന്ന് മൾട്ടായി വരാൻ. പിന്നെ കുറച്ച് ഡ്രസ്സൊക്കെ എടുത്ത് വെക്കാനുണ്ട്, നമ്മൾ കഴുകി വെച്ചത്. അതൊക്കെ എടുത്ത് മാറ്റുകയാണ്. അപ്പോൾ അത്യാവശ്യം ജോലികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ബീഫ് റെഡിയാക്കി എടുക്കുകയാണ്. ഒനിയന്, അതുപോലെ തക്കാളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചത്, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക്, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് 1 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട്. എന്നിട്ട് വിസിലടിക്കാൻ വെക്കുകയാണ്. ഇനി ഞാൻ അതിലേക്ക് ഒരു സിമ്പിൾ മോരുകറിയാണ് ഉണ്ടാക്കുന്നത്. ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് കടുക്, ഉലുവ, അതുപോലെ നമ്മുടെ ചുവന്ന മുളക്, പിന്നെ പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി അതൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. ഇതിൽ കഷ്ണങ്ങളൊന്നും ഇടുന്നില്ല, സിമ്പിളായിട്ടുള്ള മോരുകറിയാണ്. കഷ്ണങ്ങളൊന്നും ഇടാതെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് മോരുകറിയൊക്കെ ഉണ്ടാക്കുക. ടേസ്റ്റൊക്കെ അടിപൊളി തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് ഒനിയനും കൂടി കട്ട് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ, ചെറിയതാണ്. എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക, മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാനിതിലേക്ക് തേങ്ങയും അതുപോലെ നല്ല ജീരകവും കൂടിയിട്ട് അരച്ചതാണ്, അത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചുവന്നുള്ളി വേണമെങ്കിൽ ചുവന്നുള്ളി ചേർക്കുക നമ്മുടെ തേങ്ങ അരക്കണയിൽ. എന്നിട്ട് ഇതാ തൈര് നന്നായിട്ട് കട്ടൊക്കെ ഉടച്ചിട്ട് മിക്സ് ചെയ്തതാണ്, അതും അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. നമ്മളത് തൈര് ചേർത്തി കഴിഞ്ഞാൽ തിളക്കാൻ പാടില്ലല്ലോ, ഒന്ന് പതഞ്ഞ് വരാനല്ലേ പാടുള്ളൂ. അപ്പോൾ സിമ്പിളായിട്ടുള്ള മോരുകറി റെഡി ആയിട്ടുണ്ട്. ഇനിയിതാ അരിയൊക്കെ കഴുകിയെടുക്കുകയാണ്. അപ്പോൾ ഇറച്ചി ഇതാ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലത്തെ ഗ്രേവി നമുക്ക് മാറ്റി വെക്കാം, രാവിലെ ചായക്കൊക്കെ കഴിക്കാം കേട്ടോ. ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ അതിന് ഞാനതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. ഓയിൽ ഒഴിച്ചിട്ടുണ്ട്, ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉലുവ, പിന്നെ നമ്മുടെ പെരിഞ്ചീരകം, അതൊന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ച ഇറച്ചി ഉണ്ടല്ലോ അത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുരുമുളക് പൊടി, പിന്നെ ഉപ്പൊക്കെ ഉണ്ടോ നോക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റാക്കി എടുക്കുകയാണ്.
അതിലത്തെ വെള്ളം ഒന്ന് വറ്റി വരുന്നത് വരെ ഒന്ന് റോസ്റ്റാക്കി എടുക്കുക. ഞാൻ ബീഫ് കുക്കറിൽ വേവിക്കുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കൂടുതൽ ഒഴിച്ചിട്ടാണ് കേട്ടോ വേവിക്കുക. ആ ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ പിറ്റേ ദിവസം ചായക്ക് അതിൽ ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ടോ അല്ലെങ്കിൽ കടല വേവിക്കും. അപ്പം നമുക്ക് നല്ല ബീഫിൻ്റെ ടേസ്റ്റുള്ള ചാറ് കിട്ടുമല്ലോ, രാവിലെ കറിക്കൊക്കെ നല്ലതാണ്. അപ്പോൾ ഞാനിത് മല്ലിയില ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്ന് അതിലത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നത് വരെ വീണ്ടും വഴറ്റി കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാ പരിപാടികളും കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് എല്ലാതും കഴിഞ്ഞ് ഇനി നമ്മൾ ചോറ് തിന്നേണ്ട ടൈം ആയിട്ടുണ്ട്. അപ്പോൾ സിമ്പിളായിട്ടുള്ള മോരുകറിയും ബീഫിൻ്റെ റോസ്റ്റ്, ഒരു അച്ചാർ, ഒരു പപ്പടം, ഇതാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ ഡിന്നർ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും കമൻറ്റ് ചെയ്യണം. വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു. ബൈ.